Hi students, ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ NCERT പ്രോബ്ലംസ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. A long solenoid with 15 turns per centimeter has a small loop of area 2 centimeter square. അപ്പോൾ നമുക്കൊരു ലോങ് സോളിനോയിഡ് ആണ് തന്നിരിക്കുന്നത്. ആ ലോങ് സോളിനോയിഡിലെ 15 ടേൺസ് പെർ സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ തന്നിരിക്കുന്നത്? സ്മോൾ എൻ ആണ് തന്നിട്ടുള്ളത് അല്ലെ. 15 ടേൺസ് പെർ സെന്റിമീറ്റർ ആണ്. ടേൺസ് പെർ സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഹാസ് എ സ്മോൾ ലൂപ്പ് ഓഫ് ഏരിയ 2 സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ A is equal to 2 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, placed inside a solenoid normal to its axis. ഒരു സ്മോൾ ലൂപ്പ് സോളിനോയിഡിനുള്ളിൽ വെച്ചിട്ടുണ്ട്. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. ഇഫ് ദ കറന്റ് ക്യാരിഡ് ബൈ ദ സോളിനോയിഡ് ചേഞ്ചസ് സ്റ്റെഡിലി ഫ്രം 2 ആംപിയർ ടു 4 ആംപിയർ. കറന്റ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? കറന്റ് ചേഞ്ച് ചെയ്യുന്നത് DT എന്ന് പറയുന്ന അല്ലെങ്കിൽ DI എന്ന് പറയുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ് ചേഞ്ച് ചെയ്യുക? 2 ആംപിയർ ടു 4 ആംപിയറിലേക്കാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. In time എത്രയാ വന്നിരിക്കുന്നത്? Time t is equal to 0.1 second. Okay, what is the induced EMF in the loop while the current is changing? നമ്മളോട് ചോദിച്ചിരിക്കുന്ന induced EMF ആണ് ചോദിച്ചിട്ടുള്ളത്. കറണ്ട് അല്ലെ, induced EMF in the loop while the current is changing. കറണ്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ഉണ്ടാവുന്ന induced EMF എത്രയാണ്? ഇവിടെ നമുക്കൊരു സോളിനോയിഡ് ഉണ്ട്. ആ സോളിനോയിഡ് 15 ടേൺസ് പെർ സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു അല്ലെ. സോളിനോയിഡിൽ ലാർജ് നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്നുള്ള വിവരം നമുക്കറിയാം. ആ ലാർജ് നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് എത്ര വരും? 15 ടേൺസ് പെർ സെന്റിമീറ്റർ ആണെന്ന് കണ്ടു. ഇനി അതിന്റെ ഉള്ളിൽ ഒരു സ്മോൾ ലൂപ്പ് ഓഫ് ഏരിയ 2 സെന്റിമീറ്റർ സ്ക്വയർ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു കോയിലിന്റെ ഉള്ളിൽ വേറൊരു കോയിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ എന്താ വരിക? മ്യൂച്വൽ ഇൻഡക്ടൻസ് ആണ് വരുന്നത്. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF E is equal to നമുക്കറിയാം M into DI divided by DT എന്ന് എഴുതാം. ഓക്കെ, M എന്ന് പറയുന്ന മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ വാല്യൂ ആണ്, നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. μ0 N1 N2 A അല്ലെ L എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. μ0 N1 N2 AL എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ദാറ്റ് ഇൻറ്റു DI by DT. ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. അപ്പൊ ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ആ N1 നെ N2 നെയൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. μ0 ഇൻറ്റു N1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പൊ N1 by L എന്ന് എഴുതാം. N2 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. N2 സോളിനോയിഡിന്റെ കേസിൽ N2 തന്നിട്ടുണ്ട്. അപ്പൊ N2 ആയിട്ട് തന്നെ എഴുതാം. ഓക്കെ, ഇൻറ്റു എ ഏരിയ തന്നിട്ടുണ്ട്. ഇൻറ്റു L ഇൻറ്റു DI ഡിവൈഡഡ് ബൈ DT. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ Lലേക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി ഇനി എന്തായിട്ട് വരും? μ0യുടെ വാല്യൂ 4 പൈ ഇൻറ്റു 10⁻⁻7 ആണ്. ഇൻറ്റു N1 എന്ന് പറഞ്ഞാൽ ഒരു കോയിലാണ് അല്ലെ. സ്മോൾ ലൂപ്പ് ഓഫ് ഏരിയ എന്നാണ്, ഒരു സിംഗിൾ ലൂപ്പ് ഓഫ് ഏരിയ ആണ്. അപ്പൊ അവിടെ 1 ആണ് അല്ലെ, ഒരു കോയിലേ ഉള്ളൂ. അപ്പൊ ഇൻറ്റു 1 ഇൻറ്റു N2 എന്ന് പറയുന്ന 15 ടേൺസ് പെർ സെന്റിമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് എടുക്കാം. 15 ഇൻറ്റു 15 ടേൺസ് പെർ സെന്റിമീറ്റർ ആണ്, പെർ സെന്റിമീറ്റർ ആണ്. അപ്പൊ ഡിവൈഡഡ് ബൈ എത്രയും കൂടെ വരണം? ഡിവൈഡ് ബൈ 10⁻²2 സെന്റിമീറ്റർ ആണല്ലോ എടുക്കുന്നത്. ഓക്കെ, ഇൻറ്റു ഏരിയ എത്ര വന്നു? 2 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ 2 ഇൻറ്റു 10⁻² ആണ് സെന്റിമീറ്റർ. -2 സ്ക്വയർ വരുന്നോണ്ട് -4 ഇൻറ്റു. ഓക്കെ, ടേംസ് ഒക്കെ മനസ്സിലായല്ലോ. μ0യുടെ വാല്യൂ നമ്മൾ എഴുതി 4 പൈ ഇൻറ്റു 10⁻⁻7. N1 എന്ന് പറയുന്ന ഒരു കോയിലേ ഉള്ളൂ, അതുകൊണ്ട് 1 എന്നിട്ടു. N2 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്, സോളിനോയിഡിന്റെ ആണ്, 15 ടേൺസ് പെർ സെന്റിമീറ്റർ ആണ്. അപ്പൊ 15 ഡിവൈഡഡ് ബൈ 10⁻². ഓക്കെ, ഇനി ഏരിയ 2 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ 2 ഇൻറ്റു 10⁻² ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇൻറ്റു DI അല്ലേ ഇനി വരിക? DI എന്ന് പറഞ്ഞാൽ കറണ്ട് 2 ആംപിയറിൽ നിന്ന് 4 ആംപിയറിലേക്കാണ്. അപ്പൊ ചേഞ്ച് ഇൻ കറണ്ട് എന്ന് പറയുന്നത് എത്ര വരും? 4 - 2 is equal to 2 അല്ലെ. 4 - 2 is equal to 2 എഴുതാം. അപ്പൊ 2 ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? ആ കറണ്ട് ചേഞ്ച് ചെയ്യാൻ എടുക്കുന്ന ടൈം 0.1 സെക്കൻഡ് ആണ്. അപ്പൊ ചെറിയ ടൈം എത്രയാണ്? 0.1 സെക്കൻഡ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ
15 into 2 എത്ര വന്നു 30, 30 into 2 60. അപ്പൊ നമുക്ക് ഇവിടുന്ന് 4 pi into 10 raised to minus 7 into 15 into 2 into 2 അല്ലെ, അപ്പൊ 60 കിട്ടിയിട്ടുണ്ട്, into 60 into 10 raised to minus 2, 10 raised to minus 4 ലേക്ക് ക്യാൻസൽ ചെയ്തു, ബാക്കി ഇനി 10 raised to minus 2 ഉള്ളൂ, അത് എഴുതി. That is equal to 60 into 4. 60 into 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ആണ് അല്ലെ, 240 എന്ന് വന്നു. അപ്പൊ 60 into 4 is equal to 240 വന്നു. 240 pi into 10 raised to minus 9 എന്നാണ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. പൈയുടെ വാല്യൂ നമുക്കറിയാം, പൈയുടെ വാല്യൂ 3.14 ആണ്. 3.14 കൂടെ ഇട്ട് ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് കിട്ടുന്നത് 750 അടുത്താണ്. അപ്പൊ 750 into 10 raised to minus 9 എന്ന് എഴുതാം. That is equal to 7.5. ഓക്കെ, ഡിവൈഡഡ് ബൈ 0.01 ഉണ്ട് കേട്ടോ, ഡിവൈഡ് ബൈ പോയിന്റ് അല്ലെ, ഡിവൈഡ് ബൈ പോയിന്റ് 0.1. അപ്പൊ ആ 0.1 കൂടെ കൊടുക്കാം, 0.1. അപ്പൊ ഇത് ചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും എത്ര വരും, 7.5 into 10 raised to minus 6 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇൻഡ്യൂസ് DMF ഡെവലപ്ഡ് ഇൻ ദ കോയിൽ ഇസ് ഈക്വൽ ടു 7.5 into 10 raised to minus 6 എന്ന് നമുക്ക് കിട്ടി. EMFന്റെ യൂണിറ്റ് എന്ന് പറയുന്ന പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതും, അത്രയും എന്താണ് വോൾട്ട് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോ എത്ര വന്നു, 7.5 into 10 raised to minus 6 അത്രയും എന്ത് വന്നു, വോൾട്ട് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോ നമുക്ക് അറിയേണ്ടത് മ്യൂച്വൽ ഇൻഡക്ടൻസ് ആണോ സെൽഫ് ഇൻഡക്ടൻസ് ആണോ എന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ഇവിടെ സോളിനോയിഡ് ഉണ്ട്, സോളിനോയിഡ് ഉള്ളിൽ ഒരു സ്മോൾ ലൂപ്പ് വെച്ചിരിക്കുകയാണ്. അപ്പൊ 2 കോയിൽ വരുന്നുണ്ട്. അപ്പൊ അവിടെ എന്ത് വരും, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ വാല്യൂ നമ്മൾ കൊടുക്കുക, എന്നിട്ട് സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, എങ്ങനെ സോൾവ് ചെയ്തു എന്നുള്ള കേസ് മനസ്സിലായല്ലോ. ഇവിടെ ഒരെണ്ണത്തില് നമ്പർ ഓഫ് ടേൺസ് പെർ സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, മറ്റത് ഒരു സ്മോൾ ലൂപ്പാണ്. ഓക്കെ, അപ്പൊ N1 is equal to 1 എന്ന് എടുക്കാം, N2 is equal to എത്ര തന്നിട്ടുണ്ട്, 15 ടേൺസ് പെർ സെന്റിമീറ്റർ ആണ്. ഇനി ഏരിയ എടുക്കുന്ന കോമൺ ഏരിയ, കോമൺ ഏരിയ എന്ന് പറയുന്നത് ഉള്ളിലിരിക്കുന്നതിന്റെ ഏരിയ ആണ്. ഉള്ളില് ചെറിയ ലൂപ്പാണല്ലോ ഇരിക്കുന്നത്, അപ്പൊ അതിന്റെ ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയാ വന്നിരിക്കുന്നത് എന്നുള്ള മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കറന്റ് ഇൻ എ സർക്യൂട്ട് ഫോൾസ് ഫ്രം 5 ആംപിയർ ടു 0 ആംപിയർ അല്ലെ, കറന്റ് ഫോളോ ചെയ്യുന്നത് 5 ആംപിയറിൽ നിന്ന് 0 ആംപിയറിലാണ്. ഇൻ എത്ര സെക്കൻഡിലാണ്, 0.1 സെക്കൻഡ്. ഓക്കെ, അപ്പൊ കറന്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. DI എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം, 5ൽ നിന്ന് 0യിലേക്കാണ് അല്ലെ, 5 to 0യിലേക്കാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇൻ ടൈം, ടൈം എത്ര തന്നിട്ടുണ്ട്, DT എന്ന് പറയുന്ന ചെറിയ ടൈം തന്നിട്ടുണ്ട്, 0.1 സെക്കൻഡ്. If an average EMF of 200 volt is induced, induced EMF തന്നിട്ടുണ്ട്, induced EMF is equal to 200 volt ആണ്. അങ്ങനെയാണെങ്കിൽ give an estimate of the self inductance of the coil. സെൽഫ് ഇൻഡക്ടൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടാണ്, നമുക്കറിയാം ഇക്വേഷൻ, induced EMF is equal to L into di by dt അല്ലെ. അപ്പോ ദാറ്റ് ഈസ് ഈക്വൽ ടു EMF നമുക്കറിയാം 200 വോൾട്ട് ആണ് തന്നിരിക്കുന്നത്. L ഉണ്ട്, DI എന്ന് പറയുന്ന കറന്റ് ചേഞ്ച്, കറന്റ് എത്രയാണ്, 5 to 0 ആണ്. അപ്പൊ 5 എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ചേഞ്ച് ഇൻ കറന്റ് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡ് ബൈ ടൈം ഈസ് ഈക്വൽ ടു 0.1 സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് നമുക്ക് എങ്ങനെ എഴുതാം, ഈ 0.1 ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ 200 into 0.1 എടുക്കുമ്പോൾ ദാറ്റ് ഈസ് 20. 20 is equal to L into 5 എന്ന് കിട്ടി. അപ്പൊ L is equal to സെൽഫ് ഇൻഡക്ടൻസ്, L is equal to 4 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, 4 ഹെൻറി ആണ്. ഓക്കെ, ഹെൻറിനെ നമുക്ക് H ആയിട്ട് എടുക്കാം. സെൽഫ് ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് എങ്ങനെയാണ്, ഹെൻറിയിലാണ്. അപ്പൊ ആ കേസ് ആയിട്ട് നമുക്ക് എടുക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇക്വേഷൻ നമുക്ക് അറിയണം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. A 1 meter long metallic rod is rotated with an angular frequency of 400 radian per second. Okay, അപ്പൊ ഒരു മെറ്റാലിക് റോഡ് ഉണ്ട്, അത് എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യാണ് വിത്ത് ആൻ ആംഗുലർ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. About an axis normal to the rod passing through its one end അല്ലെ, ഒരു എൻഡ് ഫിക്സ്ഡ് ആക്കിയിട്ട് ഒരു എൻഡിൽ വെച്ചിട്ടാണ്. The other end of the rod is in contact with a metallic circular ring
ring. A constant uniform field 0.5 Tesla parallel to the axis exists everywhere. Calculate the induced EMF developed at the center of the ring. അല്ലെ, നമ്മളോട് ചോദിച്ചിരിക്കുന്ന എത്രയുള്ളൂ, ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇവിടെ ഒരു മെറ്റാലിക് റോഡ് വെച്ചിരിക്കുകയാണ്. ഈ മെറ്റാലിക് റോഡ് എന്ത് ചെയ്യാണ്, ഒരു സർക്കുലർ റിങ്ങിന്റെ അല്ലെ, സർക്കുലർ റിങ് ടച്ച് ചെയ്തുകൊണ്ട് ഒരു ആംഗുലാർ വെലോസിറ്റിയോട് കൂടി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് EMF എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം റൊട്ടേഷണൽ EMF ഇസ് ഈക്വൽ ടു ഹാഫ് ബി എൽ സ്ക്വയർ ഒമേഗ അല്ലെ, നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിരിക്കുന്നതാണ്. ഹാഫ് ബി എൽ സ്ക്വയർ ഒമേഗയാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം, ഹാഫ് ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, 0.5 ടെസ്ല എന്ന് തന്നിട്ടുണ്ട്. 0.5 ഇൻറ്റു ലെങ്ത് ഓഫ് ദ റോഡ്. ലെങ്ത് ഓഫ് ദ റോഡ് നമുക്ക് തന്നിട്ടുണ്ട് 1 മീറ്റർ ലോങ് മെറ്റാലിക് റോഡ്. അപ്പൊ ലെങ്ത് തന്നിട്ടുണ്ട് 1 ആണ്. 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു ഒമേഗ. ഒമേഗ എത്രയാണ് തന്നിരിക്കുന്നത്, 400 റേഡിയൻ പെർ സെക്കൻഡ് ആണ്. ആംഗുലർ ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട് റേഡിയൻ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഒമേഗ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഒമേഗ ഇസ് ഈക്വൽ ടു 400. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് 200 ആക്കി. 200 ഇൻറ്റു 0.5 എന്ന് പറയുമ്പോ എത്ര വരും, 1000 അല്ലെ. 200 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 1000 വരും. 0.5 ആവുമ്പോ എത്ര വരും, 100 വോൾട്ട് ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്ഡ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടി, 100 വോൾട്ട് എന്ന് നമുക്ക് കിട്ടി. ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് ഹാഫ് ബി എൽ സ്ക്വയർ ഒമേഗ. ഫോർത്ത് ക്വസ്റ്റ്യൻ, എ ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് വയർ 10 meter long extending from east to west is falling with a speed of 5 meter per second. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു 10 meter ലോങ് വയർ ഉണ്ട്. എവിടെ നിന്ന് എങ്ങോട്ടാണ് വയർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഈസ്റ്റ് ടു വെസ്റ്റ് ആണ്. is falling with a speed of, അത് താഴേക്ക് വീഴുന്ന സ്പീഡ് എന്ന് പറയുന്ന 5 meter per second ആണ്. is at right angles to the horizontal component of Earth's magnetic field. Earth's magnetic fieldന്റെ horizontal componentന് എങ്ങനെയാണ്, റൈറ്റ് ആംഗിൾ ആയിട്ടാണ് വീഴുന്നത്. ഓക്കെ, what is the instantaneous value of induced EMF in the wire? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് induced EMFന്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ്. പിന്നെ ഡയറക്ഷൻ ഓഫ് EMF ചോദിച്ചിട്ടുണ്ട്. ഇനി ഏത് എൻഡിനായിരിക്കും, ആ കണ്ടക്ടറിന്റെ ഏത് എൻഡിനായിരിക്കും ഹയർ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ, ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇൻഡ്യൂസ്ഡ് EMFന്റെ എക്സ്പ്രഷൻ നമുക്ക് അറിയാലോ. ഓക്കെ, അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF E is equal to എന്ത് വരും, BLV അല്ലെ, കണ്ടക്ടർ അല്ലേ. അപ്പൊ നമുക്ക് ചുമ്മാ ഇക്വേഷൻ എഴുതിയിട്ട് സോൾവ് ചെയ്താൽ മതി, വലിയ കാര്യമായിട്ടൊന്നും ആലോചിക്കേണ്ടതില്ല. മാഗ്നറ്റിക് ഫീൽഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു 0.3 ആണ്. 0.30 ഇൻറ്റു 10⁻⁻⁴. ഓക്കെ, ഇൻറ്റു ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 10 മീറ്റർ ആണ്. അപ്പൊ ഇൻറ്റു 10 ഇൻറ്റു വി വെലോസിറ്റി നമുക്ക് തന്നിരിക്കുന്ന 5 meter per second എന്ന് പറയുന്ന വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ 5. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം, 10⁻⁻ ലേക്ക് ക്യാൻസൽ ചെയ്തപ്പോൾ 10⁻⁻³ ആയി. ഇനി 0.3 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 1.5 വന്നു. 1.5 ഇൻറ്റു 10⁻⁻³ എന്താണ് നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF കിട്ടിയിരിക്കുന്നത്, അത്രയും വോൾട്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. വാട്ട് ഈസ് ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ വയർ? ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു BLV ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, ആൻസർ ചെയ്യാം. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അത് നന്നായി നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. വാട്ട് അബൌട്ട് ദ ഡിറക്ഷൻ ഓഫ് EMF? EMFന്റെ ഡിറക്ഷൻ എന്താണ്? അപ്പൊ നമുക്ക് നോക്കാം. നമ്മള് അല്ലെ ഡയറക്ഷൻ വരയ്ക്കാണ്, സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻ വരച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളോട് പറയാണ് എന്താണ്, കണ്ടക്ടർ ഈസ് ഫ്രം എന്തുവരും, ഈസ്റ്റ് ടു വെസ്റ്റ്. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ് കണ്ടക്ടറിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അറിയേണ്ട ഡയറക്ഷൻ ഓഫ് EMF ആണ്. ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാനായിട്ട് നമ്മൾക്ക് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യണമെന്നറിയാം. അപ്പൊ നമുക്ക് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തു. റൈറ്റ് ഹാൻഡ് റൂളിൽ എന്തൊക്കെയാ പറയുന്നത്, forefinger gives the direction of magnetic field, thumb gives the direction of motion of the conductor, and middle finger gives the direction of induced EMF. അപ്പൊ നമുക്ക് ഈ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ ആണ് അറിയേണ്ടത്.
അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം. ഇതാണല്ലോ മാഗ്നറ്റിക് ഫീൽഡ്. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിലാണ് കണ്ടക്ടർ മൂവ് ചെയ്യണേന്ന് പറഞ്ഞു. എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫ്രം സൗത്ത് ടു നോർത്ത് എന്ന് എടുക്കാം. അപ്പൊ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. കണ്ടക്ടർ മൂവിങ് ഡൗൺ എന്നാണ് തന്നിരിക്കുന്നത്. കണ്ടക്ടർ മൂവിങ് ഡൗൺ എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് അല്ലെ, താഴേക്കാണ് കണ്ടക്ടർ എന്ത് ചെയ്യുക, വീഴുക. ഓക്കെ, നമ്മള് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഈ പ്ലെയിനിലാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ കണ്ടക്ടർ മൂവിങ് ഡൗൺ എന്ന് പറഞ്ഞാൽ താഴേക്ക്. അപ്പൊ കണ്ടക്ടർ മൂവിങ് എങ്ങനെയാണ്, താഴേക്കാണ്. ഓക്കെ, സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. കണ്ടക്ടർ മൂവിങ് ഡൗൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ് ഡി എം എഫിന്റെ ഡയറക്ഷൻ കിടക്കുന്നത് നോക്കിയേ. ഇൻഡ്യൂസ് ഡി എം എഫ് എങ്ങോട്ടാണ്, ഈസ്റ്റിലേക്കാണ് കിടക്കുക. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫ്രം സൗത്ത് ടു നോർത്ത് ആണ്. അപ്പൊ ബി എച്ച് അങ്ങനെ എടുക്കാം അല്ലെ, ബി മാഗ്നറ്റിക് ഫീൽഡ് എടുക്കാം. ഇനി ഇൻഡ്യൂസ് ഡി എം എഫിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, ഈ ഡയറക്ഷനിലാണ് ഇൻഡ്യൂസ് ഡി എം എഫ്. ഓക്കെ ആണല്ലോ. കണ്ടക്ടർ മൂവിങ് ഡൗൺ ആണ്, ഉള്ളിലേക്കാണ് അല്ലെ. ഡൗൺ എന്ന് പറയുമ്പോൾ ഉള്ളിലേക്കാണ് അത് മൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് ഫ്ലെമിങ്സ് റൂൾ യൂസ് ചെയ്തിട്ട്, റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്ത് നമുക്ക് ഇൻഡ്യൂസ് ഡി എം എഫിന്റെ ഡയറക്ഷൻ കിട്ടി. അപ്പൊ ഇൻഡ്യൂസ് ഡി എം എഫിന്റെ ഡയറക്ഷൻ എന്താന്ന് പറയാം, ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് വിച്ച് എൻഡ് ഈസ് ഹാവിംഗ് ഹയർ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ കൂടുതലുള്ളത് ഏത് റീജിയൻ ആണെന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു കണ്ടക്ടറിലൂടെ എന്ത് ചെയ്യാണ്, കറണ്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്യാണ്. അപ്പൊ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സെല്ല് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് എൻഡ്, ഇത് പോസിറ്റീവ് എൻഡ് അല്ലെ. അപ്പൊ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഈ നെഗറ്റീവ് എൻഡിൽ നിന്ന് റിപ്പൽ ചെയ്ത് ഇങ്ങോട്ട് മൂവ് ചെയ്യും അല്ലെ. അപ്പൊ വിത്തിൻ ദ കണ്ടക്ടർ എവിടെ നിന്നാണ്, നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. വിത്തിൻ ദ കണ്ടക്ടർ ഇലക്ട്രോൺസ് മൂവ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെന്ന് നമുക്കറിയാലോ. ഓക്കെ, അപ്പോ സാധാരണ കേസ് എങ്ങനെയാണ്, പുറമേ ഉള്ളത് അല്ലെ, സർക്യൂട്ടിലുള്ള കറന്റ് ഫ്ലോ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെങ്കിലും വിത്തിൻ ദ കണ്ടക്ടർ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇലക്ട്രോൺസ് എവിടെ നിന്നാണ് മൂവ് ചെയ്യുക, നമുക്ക് ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പൊ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെ പറയാം, നെഗറ്റീവ് ടു പോസിറ്റീവിലേക്കാണ് അല്ലെ. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് എന്ത് ചെയ്യുക, ഇൻഡ്യൂസ്ഡ് കറണ്ട് ആദ്യ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. ഇൻഡ്യൂസ്ഡ് ഡി എം എഫിന്റെ ഡയറക്ഷൻ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ സെയിം ആണ്. അപ്പൊ നെഗറ്റീവ് ടു പോസിറ്റീവ്. ഇനി നമുക്കറിയാം വിച്ച് എൻഡ് ഈസ് ഹാവിംഗ് ഹയർ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ. പോസിറ്റീവ് ടെർമിനൽ ആണോ നെഗറ്റീവ് ടെർമിനൽ ആണോ പൊട്ടൻഷ്യൽ കൂടുതൽ, പോസിറ്റീവ് ടെർമിനൽ ആണ് അല്ലെ കൂടുതൽ. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം, വിച്ച് വൺ ഈസ് ഹാവിംഗ് ഹയർ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ അല്ലെ, ഈസ്റ്റേൺ എൻഡ് ഈസ് ഹാവിംഗ് ഹയർ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോ ഇൻഡ്യൂസ് ഡി എം എഫിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. വിത്തിൻ ദ കണ്ടക്ടർ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. അപ്പോ എന്തുവരും, ഈ എൻഡ് അല്ലെ, വെസ്റ്റേൺ എൻഡിൽ നിന്ന് ഈസ്റ്റേൺ എൻഡിലേക്കാണ് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ്. ഓക്കെ, കണ്ടക്ടറിന്റെ ഉള്ളിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ മൂവ്മെന്റ് നെഗറ്റീവ് ടു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ നിന്ന് ഈസ്റ്റിലേക്ക്. അപ്പോ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്. ഓക്കെ, അപ്പൊ ഏത് എൻഡിനായിരിക്കും ഹയർ പൊട്ടൻഷ്യൽ, പോസിറ്റീവ് എൻഡിനാണ് ഹയർ പൊട്ടൻഷ്യൽ. ഓക്കെ, I think these questions are clear for you. If you like this video, please subscribe and enable the bell button. Thank you.